ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചനപ്പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ മുന്നമേ സ്നേഹവന്ദനം നിങ്ങളെ അറിയിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ അടുക്കൽ ഒരു കുഞ്ഞ് വന്ന് തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവൻ തന്നെ പരിശോധിക്കുമ്പോൾ തെറ്റിൽ വീഴാൻ ഒത്തിരി സാധ്യതയുള്ള വ്യക്തിത്വമാണ് മനുഷ്യജീവിതം എന്ന് പറയുന്നത്. തെറ്റ് ചെയ്യാനും അല്ലെങ്കിൽ വീണു പോകാനും ഒക്കെ നമുക്ക് സാധ്യതയുണ്ട്. ഇനി കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ആരെങ്കിലുമൊക്കെ തെറ്റ് ചെയ്ത് തെറ്റുപറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ അവരോട് എടുക്കുന്ന നിലപാടിന് വ്യത്യാസമുണ്ട്. പിതാവ് ധൂർത്തപുത്രനെ സ്വീകരിച്ചതുപോലെ ഒരു മനോഭാവം പലപ്പോഴും നമ്മൾ എടുക്കാറുണ്ട്. നമ്മുടെ മക്കളോടാണെങ്കിലും നമ്മുടെ പ്രിയതമ്മയോടാണെങ്കിലും ഇഷ്ടമുള്ളവരോടൊക്കെ നമ്മൾ അങ്ങനെ എടുക്കാറുണ്ട്. ഇവിടെ ദൈവം അങ്ങനെ ഒരു കാര്യം പറയാം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നത്, അതുകൊണ്ട് യൂദായിലെ ആളുകളോടും യെരുശലേം നിവാസികളോടും പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിങ്ങൾക്കെതിരെ അനർത്ഥം കരുപിടിപ്പിക്കുന്നു, നിങ്ങൾക്കെതിരെ ഒരു പദ്ധതി നനച്ചിരിക്കുന്നു. ഓരോരുത്തരും അവനവൻ്റെ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിയട്ടെ, നിങ്ങളുടെ വഴികളും പ്രവൃത്തികളും തിരുത്തുവിൻ. ദൈവം നമ്മോട് പറയും, നിങ്ങളുടെ വഴികളും നിങ്ങളുടെ പ്രവൃത്തികളും തിരുത്തണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ? അനർത്ഥമുണ്ടാകാൻ സാധ്യത. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന അനർത്ഥത്തിന് കാരണം നമ്മൾ പോകുന്ന വഴികളും നമ്മൾ ചെയ്ത പ്രവൃത്തികളും നമുക്കെതിരായി തീരും. പ്രിയമുള്ളത്, അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഒരു തീരുമാനം എടുക്കുക. ദൈവം നമ്മോട് പറയും, അനർത്ഥം നിനക്ക് ഉണ്ടാകാതിരിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യുക? നീ പോകുന്ന നിൻ്റെ ഈ ദുർഘട വഴികളും പ്രവൃത്തികളും തിരുത്തുക, മാറ്റുക. വീണ് പോകും, നമുക്കെല്ലാം തെറ്റുപറ്റും അല്ലെ? കണക്ക് എഴുതുമ്പോൾ തെറ്റും, അത് തിരുത്താനുള്ളതാണ്. മനുഷ്യജീവിതം അങ്ങനെയാണ്. തിരുത്താൻ നിനക്ക് മനസ്സുണ്ടോ? ഈ പ്രഭാതത്തിൽ നിൻ്റെ ജീവിതത്തിൽ നിന്ന് അനർത്ഥം മാറി നിൽക്കും. അതായത് ദൈവത്തിന് പരിശുദ്ധാത്മാവ് ശക്തി നൽകട്ടെ, കൃപ നൽകട്ടെ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസം നമ്മെല്ലാവരുടെ മേൽ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.